അള്ളാഹിനെ കുറിച്ച് നമ്മൾക്ക് എപ്പോഴും നല്ല വിചാരം വേണം. എൻ്റെ അള്ളാഹു എൻ്റെ എല്ലാ തെറ്റും പുറത്തുനിന്നിട്ട് എന്നെ നന്നാക്കും, എന്നെ രക്ഷപ്പെടുത്തും. ഞാൻ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നന്നാകുന്നൊരു കാലം വരും. ഈ തെറ്റൊക്കെ അള്ളാഹു തരും, ഞാൻ രക്ഷപ്പെടും, എൻ്റെ ബിസിനസ്സൊക്കെ ക്ലച്ച് പിടിക്കും, ഞാനൊരു കാലത്ത് നിസ്കാരത്തിൽ ഖുശൂഅൊക്കെ ഉള്ള ആളാവും. ഇതെപ്പോഴും നമുക്ക് അള്ളാഹിനെ കുറിച്ച് പ്രതീക്ഷ കാണും. എൻ്റെ തന്നെയാണ് ദീപി, എൻ്റെ അടിമ എന്നെ കുറിച്ച് നല്ല വിചാരിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും ആ നന്മയ്ക്ക് കൊടുക്കും. ഒരാൾ ഒരു തെറ്റ് ചെയ്തു, അയാൾ തൗബ ചെയ്ത് ആ തെറ്റ് പൊറപ്പിച്ചു, പിന്നെയും അതേ തെറ്റോ വേറെ തെറ്റോ ചെയ്തു. അപ്പോൾ മലക്കൾ അള്ളാഹുവിനോട് ചോദിക്കും, എന്താ ചെയ്യേണ്ടത്? അച്ഛനെ പിന്നെയും അൺബ്ലോക്ക് ചെയ്ത നമ്പർ അതാ ബ്ലോക്ക് ചെയ്ത്, പിന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ അൺബ്ലോക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഹറാമു ചെയ്ത്, അല്ലെങ്കിൽ വീണ്ടും തെറ്റ് ചെയ്തു, എന്താ ചെയ്യേണ്ടത്? വീണ്ടും അയാൾ തെറ്റ് ചെയ്ത് എന്താ ചെയ്യേണ്ടത്? അള്ളാഹു പറയും, എന്നിട്ട് ഇപ്പൊ എന്താ ചോദിക്കാൻ കാരണം? അതാ പിന്നെയും തൗബ ചെയ്യുന്ന, രണ്ടാമത് തെറ്റ് ചെയ്തിട്ട് റമളാനാകുമ്പോൾ പിന്നെയും തൗബ ചെയ്തു, എന്താ ചെയ്യേണ്ടത്? പണ്ട് നമ്മൾ പുറത്തു കൊടുത്തതാണ്, ഗേഡിൽ നിന്ന് തെറ്റ് മായ്ച്ചതാണ്, പിന്നെയും അതേ തെറ്റിട്ട് ആവർത്തിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ തൗബ ചെയ്തിട്ട് പുറത്തു കൊടുക്കണോ വേണ്ടിയോ? അതായിരിക്കും ഇപ്പയും മൂപ്പര് എന്നെ അന്നേച്ച് അംഗീകരിച്ചോണ്ടല്ലേ അപ്പൊ അവന്റെ അടുത്തേക്ക് വരുന്നത്. പുറത്തു കൊടുച്ച മലക്കല്ലേ ഈ അള്ളാഹിനോട് ഇനിയും നമുക്ക് തെറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നത്തിൽ നടത്തും. ചില ചെറുപ്പക്കാരെല്ലാം തോന്നി വാശിയിൽ തീർക്കുന്നതാണ്. പൊള്ളലെ കണ്ടിട്ട് എന്തിനാ മതി ഇങ്ങനെ കിടന്നു? നമ്മുടെ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കണം. എന്റെ ചെറുപ്പക്കാരായ ഇങ്ങനെ നിൽക്കുക, ആ നീക്കുന്ന ഘട്ടത്തിൽ ഒരു സഹാബി വലിയ ചെരുപ്പിട്ടിട്ട് വരുന്നുണ്ട്. കുതിരപ്പുറത്താ വരുന്നത്. ആ വലിയ ചെരുപ്പ് തങ്ങളുടെ കാലിൽ പോയിട്ട് തട്ടി, തങ്ങൾക്ക് നല്ല വേദന. ഈ സഹാബി അറിയുന്നില്ല തട്ടുന്നത്. വീണ്ടും പോയിട്ട് അടിച്ചു, വേദന. ഈ സഹാബിക്ക് അറിയില്ല തങ്ങളുടെ കാലിൽ തട്ടുന്നത്. മൂന്നാമത് തട്ടിയപ്പോൾ തങ്ങളുടെ കയ്യിലുള്ള കുന്തെടുത്തിട്ട് തങ്ങൾ ആ സഹാബിയുടെ കാലിൽ തട്ടിയിട്ട് പറഞ്ഞു, വേദനയായി. അപ്പോഴാണ് ആ സഹാബി നെട്ടണത്, ഞാൻ ആരെയും ഇത് വേദനിപ്പിച്ചത്? എന്റെ ചെരുപ്പ് അവിടുത്തെ കാലിന് പോയി അടിച്ചിട്ട് വലിയ ചെരുപ്പായതുകൊണ്ട് അടിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകില്ലായിരുന്നു. ആ ടെന്റിൽ പോയി ഈ സാഹിബ് ടെൻഷൻ അടിക്കാൻ തുടങ്ങി. ഈ സാഹിബിക്ക് അറിയാം എന്തെങ്കിലും ഒരു ആക്ഷൻ എന്റെതിരെ അള്ളാഹുവിന്റെ ആയത്ത് വരാൻ സാധ്യതയുണ്ട്. തങ്ങളല്ലേ വേദനിപ്പിച്ചത്, പിറ്റേന്ന് അത് ആ വിളി വരുന്നു, നിങ്ങളെ റസൂൽ വിളിക്കണ്ടേ? സാഹിബ് പേടിച്ചിട്ട് പോയി. തങ്ങൾ പറഞ്ഞു, മോനെ ഒന്നാമത് അടിച്ചപ്പോ എനിക്കല്ല വേദന ഉണ്ടായി, രണ്ടാമത് നല്ല വേദന, മൂന്നാമത് സഹിക്കാൻ പറ്റാത്ത വേദന ആയതുകൊണ്ടാണ് എന്റെ കൈയുള്ള ചെറിയ വടിയെടുത്തിട്ട് മോന്റെ കാലിൽ ഒന്ന് തട്ടിയിട്ട് അത് കാല് മാറ്റുമെന്ന് പറഞ്ഞത്. ആ കുന്തം കൊണ്ട് തട്ടിയപ്പോ മോനിക്ക് വേദനയായ മോനെ, വേദനയായോ? ഞാൻ ഇന്നലെ മുതൽ 10-70 ഒട്ടകത്തിനെടുത്ത് വെച്ചിട്ട് എന്തിനാന്നറിയാം? ബൈക്ക് തരാനാ. ഫുള്ള് നീ എടുത്തു. ഇന്നലെ കുന്തം കൊണ്ടൊന്ന് തട്ടി, അത് മനസ്സിലൊക്കെ ഓക്കെ അല്ലേ? ലീഡർ, ഈ റസൂലുള്ളാഹിന്റെ ലീഡർക്ക് ഈ അനുയായികൾക്ക് എങ്ങനെയാ തീവ്രവാദി ഭീകരവാദി ഉണ്ടാവാൻ പറ്റും? ത്തിന്റെ ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ നിസ്കാരം, ഉമ്മമാരെ ഒരിക്കലും കൈവയ്ക്കരുത്. നിസ്കാരം വിട്ടുവീഴ്ചയില്ലാത്ത രൂപത്തിൽ അല്ലാഹു കൽപ്പിച്ചൊരു ഇബാദത്താണ്. ഇബാദത്തുകളെയും ചേർത്തി നോക്കുമ്പോ നിസ്കാരത്തിന്റെ അത്രയും കട്ടിയും കനവുമുള്ള ഒരു കാര്യം നമ്മോട് കൽപ്പിക്കപ്പെട്ടതായി കാണാൻ കഴിയില്ല. നിസ്കാരം ഏതെല്ലാം രൂപത്തിൽ ഏതെല്ലാം ഭാഗങ്ങളിൽ നിർവഹിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതേ ഭാഗങ്ങളിൽ നിസ്കാരം മുറുകെ പിടിച്ച് ജീവിക്കണം. എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വരുമ്പോഴേക്ക് നിസ്കാരം ഒഴിവാക്കിയിട്ട് നമ്മളെ കാര്യം സാധിച്ചെടുക്കുന്ന വിഷയം നമുക്ക് ഉണ്ടായിക്കൂടാ. അത് ജോലിക്ക് വേണ്ടിയാണെങ്കിലും ശരി, കല്യാണത്തിന് വേണ്ടിയാണെങ്കിലും ശരി, യാത്രയിലാണെങ്കിലും ശരി, മരണവേളയിൽ മറ്റൊരാൾക്ക് ശുശ്രൂഷ ചെയ്യുന്നിടത്താണെങ്കിലും, രോഗിയെ പ്രത്യേകമായി പരിചരിക്കുന്ന സമയത്താണെങ്കിലും നന്നായി നിസ്കാരം നിർവഹിക്കണം. എല്ലാ ഘട്ടങ്ങളിലും നിസ്കാരം നിർവഹിക്കണം. വഅ്ബുദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വരുന്നത് വരെ ഇബാദത്ത് നിലനിർത്തിക്കോളണം. ഒരു ഇബാദത്തിലും വിട്ടുവീഴ്ച വരുത്തി